ചില അപകടങ്ങളിൽ നമുക്ക് സഹായത്തിനെത്തുന്നവരുണ്ട്. ഒരുപക്ഷെ ദൈവം സഹായകനായി അയച്ചവർ. വലിയ അപകടക്കെണിയിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ദൈവത്തിൻ്റെ കരം. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടപ്പോൾ കൂട്ടുകാരിയെ കൈപിടിച്ച് കയറ്റിയ ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിരുന്നു. ശ്രീകുട്ടിയെ ആക്രമിച്ച പ്രതി സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഒരു ചുവന്ന ഷർട്ടിട്ട ആളാണ്. എന്നാൽ അതിനുശേഷം ആരുടെയും കയ്യടി വാങ്ങാനോ ആദരവ് ഏറ്റുവാങ്ങാനോ നിൽക്കാതെ ആ മനുഷ്യൻ കൺമുന്നിൽ നിന്ന് മറഞ്ഞു. പിന്നീട് അയാളെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ അന്വേഷണം എത്തിയത് ബീഹാറിലാണ്. കേസിലെ പ്രധാന സാക്ഷിയും രക്ഷകനുമായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെ ഒടുവിൽ കണ്ടെത്തിയിരുന്നു. ട്രെയിനിൽ ശ്രീകുട്ടി ആക്രമിച്ച സുരേഷിനെ കീഴ്പ്പെടുത്തിയ ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. ചുവന്ന ഷർട്ട് ധരിച്ചയാൾ എന്നു മാത്രമായിരുന്നു രക്ഷകനെ കുറിച്ച് പോലീസിനുണ്ടായിരുന്ന സൂചന. പ്രതി സുരേഷ് ശ്രീകുട്ടിയെ തള്ളിയിട്ടതിനു ശേഷം അർച്ചനയെ കൂടി ആക്രമിക്കാനൊരുങ്ങുമ്പോൾ ചുവന്ന ഷർട്ട് ധരിച്ച വ്യക്തി ഓടിയെത്തുകയും ഒറ്റ കൈകൊണ്ട് അർച്ചനയെ ട്രെയിനിലേക്ക് തിരികെ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് ഇദ്ദേഹം സുരേഷിനെ സാഹസികമായി കീഴ്പ്പെടുത്തി. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ശങ്കർ പാസ്വാനെ പോലീസ് കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനിൽ നിന്നിറങ്ങിയവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കേരള എക്സ്പ്രസിന് വർക്കല കഴിഞ്ഞാൽ പേട്ടയിലും തിരുവനന്തപുരത്തുമാണ് സ്റ്റോപ്പുകൾ. അന്വേഷണത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ചുവന്ന ഷർട്ടുകാരൻ ഇറങ്ങിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് മനസ്സിലാക്കി. ഇവിടെ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറുന്ന CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടുപിടിക്കാനായിരുന്നു അടുത്ത ദൗത്യം. രാത്രി സവാരിയായതിനാൽ തന്നെ ചുവന്ന ഷർട്ടിട്ട ഒരാളെ കൊച്ചുവേളിയിൽ ഇറക്കിയത് ഓട്ടോ ഡ്രൈവർ ഓർത്തുവെച്ചിരുന്നു. ഇത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകരമായി. കൊച്ചുവേളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ശങ്കറിനെ കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കൊച്ചുവേളി വ്യവസായ ഏരിയയിലെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ശങ്കർ. ട്രെയിനിലെ ആക്രമണവും ശങ്കർ പാസ്വാന്റെ രക്ഷാപ്രവർത്തനവും കേരളത്തിൽ വലിയ വാർത്തയായെങ്കിലും ഇതര സംസ്ഥാനക്കാരനായ ശങ്കർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.